ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 7 ഒരു സ്വപ്നം പോലെ. വസന്തം വന്നപ്പോൾ. കൂട്ടുകാരെ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ പൂന്തോട്ടമുണ്ടോ? പൂന്തോട്ടത്തിൽ എന്തെല്ലാമുണ്ട്? പൂക്കൾ, ചെടികൾ, മരങ്ങൾ, പൂമ്പാറ്റകൾ, പക്ഷികൾ, തുമ്പികൾ. ഇതെല്ലാം നമുക്ക് പൂന്തോട്ടത്തിൽ കാണാൻ സാധിക്കും. ഒരിടത്ത് ഇതുപോലെ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. പൂന്തോട്ടം ഉടമസ്ഥന് പൂന്തോട്ടം ശരിക്ക് പരിപാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുറേ കാലം ഉടമസ്ഥൻ സ്ഥലത്തില്ലായിരുന്നു. ആ സമയത്ത് കുട്ടികളെല്ലാവരും അവിടെ കയറി കളിക്കാൻ തുടങ്ങി. അവർ മരങ്ങളിൽ കയറിയും വള്ളികളിൽ ഊഞ്ഞാലാടിയും തുമ്പികളോട് കിന്നാരം പറഞ്ഞും ആർത്തുല്ലസിച്ച് നടന്നു. എന്നാൽ ഒരു ദിവസം പൂന്തോട്ടം ഉടമ അവിടെ എത്തി. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വസന്തം വന്നപ്പോൾ എന്ന പാഠഭാഗം വായിച്ചു നോക്കാം. അതൊരു വലിയ പൂന്തോട്ടമാണ്. പച്ച പട്ട് വിരിച്ചതുപോലുള്ള പുല്ല്, അവയ്ക്കിടയിൽ കൊച്ചു കൊച്ചു പൂക്കൾ, തല ഉയർത്തി നിൽക്കുന്ന പീച്ച് മരങ്ങൾ, പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അവ മൂടിയിരിക്കുന്നു. പൂക്കൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ, മൂളിപ്പറക്കുന്ന വണ്ടത്താന്മാർ, പഴങ്ങൾ തിന്ന് പാട്ടുപാടുന്ന കിളികൾ. ഒരു ദിവസം ആ പൂന്തോപ്പിന്റെ ഉടമ തിരിച്ചെത്തി. ഒരു തടിയൻ കുറേ കാലമായി ദൂരെ ഒരു കൂട്ടുകാരനോടൊപ്പം താമസിക്കുകയായിരുന്നു. പൂന്തോപ്പിലെ കാഴ്ച കണ്ട് അയാൾക്ക് അരിശം വന്നു, ദേഷ്യം വന്നു. കുറേ കുട്ടികളതാ അവിടെ കളിക്കുന്നു. ചെടികൾ പിടിച്ചു വലിച്ചും മരക്കൊമ്പുകളിൽ കയറിമറിഞ്ഞും അവർ തോട്ടമാകെ നാശമാക്കിയിരിക്കുന്നു. കോപം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നു, കൊമ്പൻ മീശ വിറച്ചു. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്കിവിടെ കാര്യം? പരുക്കൻ ശബ്ദത്തിൽ അയാൾ അലറി. പേടിച്ചുപോയ കുട്ടികൾ പറന്നു. എന്റെ തോട്ടം എന്റേതു മാത്രമാണ്, ഒരാളും ഇവിടെ കയറി കളിക്കേണ്ട, അയാൾ പിറുപിറുത്തു. പൂന്തോപ്പിനു ചുറ്റും അയാൾ വലിയ മതിൽ കെട്ടി. അവിടെ എഴുതി വച്ചു, അതിക്രമിച്ചു കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും, അനുവാദമില്ലാതെ അകത്തു കടന്നാൽ ശിക്ഷിക്കപ്പെടുമെന്ന് എഴുതി വച്ചു. അതോടെ കുട്ടികൾ പൂന്തോട്ടത്തിൽ കയറാതായി. മഞ്ഞുകാലം കഴിഞ്ഞു. വസന്തം വീണ്ടും വന്നു. നാടു മുഴുവൻ പൂക്കൾ നിറഞ്ഞു. പൂമണം പരത്തുന്ന കാറ്റും പാടുന്ന കിളികളും വീണ്ടും എത്തി. എന്നാൽ ആ തോട്ടത്തിൽ അപ്പോഴും മഞ്ഞുകാലം തന്നെ. ചെടികളും മരങ്ങളും മഞ്ഞുമൂടിക്കിടപ്പാണ്. പൂമ്പാറ്റകളോ കിളികളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേയില്ല. പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂവ് പതുക്കെ തല നീട്ടി നോക്കി. ഓ, മഞ്ഞു മാറിയിട്ടില്ല, കുറച്ചുകൂടി ഉറങ്ങാം. അത് പതിയെ തലവലിച്ചു. മഞ്ഞിനും മൂടൽമഞ്ഞിനും ബഹുസന്തോഷമായി. വസന്തം ഈ തോട്ടത്തെ ഒഴിവാക്കിയിരിക്കുന്നു. വർഷം മുഴുവൻ നമുക്കിവിടെ സുഖമായി കഴിയാം, അവർ ഉറപ്പിച്ചു. മഞ്ഞ് വെളുത്ത കുപ്പായം കൊണ്ട് പുല്ലെല്ലാം മൂടിമറച്ചു. മൂടൽമഞ്ഞിന്റെ വെള്ളപ്പുകയിൽ മരങ്ങൾ മങ്ങിപ്പോയി. തണുത്ത കാറ്റ് ചൂളമടിച്ചുകൊണ്ട് അവിടെയെല്ലാം ചുറ്റിയടിച്ചു. ഇടയ്ക്കിടെ മഞ്ഞുമഴ തകർത്തു പെയ്തു. രോമക്കുപ്പായവും കമ്പിളിപ്പുതപ്പും ഉണ്ടായിരുന്നിട്ടും തണുത്തു വിറച്ചുകൊണ്ട് തോട്ടമുടമ ഇടയ്ക്കിടെ ജനാല വിടവിലൂടെ പുറത്തേക്ക് നോക്കും.
ഈ തണുപ്പുകാലം എന്താ മാറാത്തത്? പൂക്കാലം വരാൻ വൈകുന്നതെന്താ? ചുറ്റുപാടുമുള്ള തോട്ടങ്ങളിലെല്ലാം വസന്തത്തിന്റെ ഉത്സവമാണ്. വസന്തത്തിന്റെ വെളിച്ചം തടിയന്റെ പൂന്തോട്ടത്തെ തിരിഞ്ഞു നോക്കിയതേയില്ല. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി. എപ്പോഴും വീട്ടിനുള്ളിൽ മൂടിപ്പുതച്ച് ഉറക്കം തന്നെ, വേറെയൊന്നും ചെയ്യാനില്ല. ഒരു ദിവസം രാവിലെ മധുരമുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് അയാൾ ഉറക്കമുണർന്നത്. കിളിയുടെ പാട്ട്. എത്രയോ കാലമായി കേൾക്കാതിരുന്ന ശബ്ദം. അയാൾ ചാടി എഴുന്നേറ്റ് ജനാല തുറന്നു. പൂമണം അകത്തേക്ക് വീശി. തണുപ്പില്ലാത്ത സുഖമുള്ള കാറ്റ്. അയാൾ പുറത്തേക്ക് നോക്കി. ഹായ്, എന്താണ് കാണുന്നത്? അവസാനം എന്റെ തോട്ടം പൂത്തല്ലോ. അയാൾ അവിടേക്ക് ഓടി. തോട്ടം നിറയെ പല വർണ്ണത്തിലുള്ള പൂക്കൾ, പാറിപ്പറക്കുന്ന ശലഭങ്ങളും പക്ഷികളും. മരക്കൊമ്പുകൾ നിറയെ കുട്ടികളാണല്ലോ. അയാൾ ചുറ്റും നോക്കി. മതിലിന്റെ ഒരു ചെറിയ വിടവിലൂടെ കുട്ടികൾ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. മരച്ചില്ലകൾ അവരെ മാടി വിളിക്കുന്നു. അവർ മരത്തിലേക്ക് ഓടിക്കയറുന്നു. പൂക്കൾ ആടിയുലയുന്നു. പച്ചപ്പുല്ലുകൾക്കിടയിൽ നിന്ന് കുഞ്ഞുപൂക്കൾ തലനീട്ടി പുറത്തു വന്നു ചിരിക്കുന്നു. എത്ര വേഗത്തിലാണ് തോട്ടം മനോഹരമായി മാറിയത്! അയാൾക്ക് അത്ഭുതമായി. പെട്ടെന്നാണ് തോട്ടത്തിന്റെ അങ്ങേ മൂലയിലെ ഒരു മരം അയാളുടെ കണ്ണിൽപ്പെട്ടത്. അതുമാത്രം പൂത്തിട്ടില്ല. അതിന്റെ ചില്ലകളിൽ ഇപ്പോഴും മഞ്ഞിന്റെ പുതപ്പാണ്. മരച്ചുവട്ടിൽ ഒരു കൊച്ചുകുട്ടി. അവൻ മരത്തിലേക്ക് കൈനീട്ടുന്നുണ്ട്. അവന് കയറാൻ കഴിയുന്നില്ല. മരം ചില്ലകൾ താഴ്ത്തിക്കൊടുക്കുന്നു. എന്നിട്ടും അവന് പിടിച്ചു കയറാൻ കഴിയുന്നില്ല. ചാടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അയാളുടെ മനസ്സലിഞ്ഞു. അയാൾ ഓടിച്ചെന്ന് കുട്ടിയെ എടുത്ത് മരക്കൊമ്പിലിരുത്തി. അത്ഭുതം! മരച്ചില്ലകളിൽ നിന്ന് മഞ്ഞലിഞ്ഞുപോയി. പൂക്കൾ നിറഞ്ഞു. പൂമ്പാറ്റകൾ അങ്ങോട്ട് പാറി വന്നു. കിളികൾ ചില്ലകളിലിരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി. കുട്ടി സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അയാൾ പൊട്ടിച്ചിരിച്ചു. മറ്റു കുട്ടികളെ മാടി വിളിച്ചു. കുഞ്ഞുങ്ങളെ, ഈ തോട്ടം ഇനി നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അവർ സന്തോഷത്തോടെ ഓടിയെത്തി. അയാൾ അവരോടൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്തു. അന്നു തന്നെ ആ വലിയ മതിൽ അയാൾ പൊളിച്ചുമാറ്റി. ഈ കഥ നമ്മോട് പറയുന്നത് എന്താണ്? പ്രകൃതിയുടെ വരദാനമായ പൂക്കളും പൂന്തോട്ടവും ഋതുക്കളുമെല്ലാം എല്ലാവരുടേതുമാണ്. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും പരിഗണിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവണം. പൂന്തോട്ടത്തിന്റെ മതിൽ മാത്രമാണോ അയാൾ പൊളിച്ചു മാറ്റിയത്? അല്ല, പിന്നെയോ? അയാളുടെ മനസ്സിലുണ്ടായിരുന്ന കോപം, അഹങ്കാരം തുടങ്ങിയ വികാരങ്ങളുടെ മതിൽക്കെട്ടുകൾ കൂടി അയാളിൽ നിന്നും പൊളിച്ചു മാറ്റി. എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. പറയാം, എഴുതാം. തോട്ടമുടമയുടെ മനസ്സലിയിച്ച കാഴ്ച എന്തായിരുന്നു? മരച്ചുവട്ടിൽ ഒരു കൊച്ചുകുട്ടി മരം കയറാൻ കഴിയാതെ നിൽക്കുന്ന കാഴ്ചയാണ് തോട്ടമുടമയുടെ മനസ്സലിയിച്ചത്. തടിയൻ വീട്ടിനുള്ളിൽ മൂടിപ്പുതച്ച് ഉറക്കം തന്നെ, വേറെയൊന്നും ചെയ്യാനില്ല. എന്താവാം കാരണം? എന്താണ്? ചുറ്റുപാടുമുള്ള തോട്ടങ്ങളിലെല്ലാം വസന്തം വന്നെത്തി. തടിയന്റെ പൂന്തോട്ടത്തിൽ മാത്രം മഞ്ഞുകാലം മാറിയില്ല. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി. അതുകൊണ്ടാണ് അയാൾ എപ്പോഴും വീട്ടിനുള്ളിൽ മൂടിപ്പുതച്ച് ഉറങ്ങിയത്. വീണ്ടും വസന്തകാലം വന്നപ്പോൾ പൂന്തോട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ്? തോട്ടം നിറയെ പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞു. പൂമ്പാറ്റകൾ അങ്ങോട്ട് പാറി വന്നു. പൂമണം പരത്തുന്ന കാറ്റും പാടുന്ന കിളികളും വീണ്ടും എത്തി. അയാളുടെ ഉദ്യാനത്തിൽ മാത്രം വസന്തം വന്നില്ല. കാരണം എന്തായിരിക്കും? കുട്ടികൾ തോട്ടത്തിൽ കയറാതിരിക്കാൻ അയാൾ തോട്ടത്തിനു ചുറ്റും മതിൽ കെട്ടി. കുട്ടികളെ ഓടിച്ചു വിട്ടതുകൊണ്ടാണ് അയാളുടെ ഉദ്യാനത്തിൽ മാത്രം വസന്തം വരാതിരുന്നത്.
കാലമേത്? തണുത്തു വിറച്ചു. ഏതു കാലത്താണ് തണുത്തു വിറയ്ക്കുന്നത്? മഞ്ഞുകാലം. വിയർത്തു വലഞ്ഞു. ഏതു കാലത്താണ് വിയർത്തു വലയുന്നത്? വേനൽക്കാലമാണ്. നനഞ്ഞു കുതിർന്നു. മഴക്കാലം. സുഗന്ധം പരത്തി. വസന്തകാലം. സംഭാഷണം എഴുതാം. പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂവ് പതുക്കെ തല നീട്ടി നോക്കി. ഓ, മഞ്ഞു മാറിയിട്ടില്ല, കുറച്ചുകൂടി ഉറങ്ങാം. അത് പതിയെ തലവലിച്ചു. കുഞ്ഞു പൂവിനോട് പുല്ല് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവാം? സംഭാഷണം എഴുതുക. എങ്ങനെയാണെന്ന് നോക്കാം. പുല്ല്: ഇതാര്? കുഞ്ഞുപൂവോ? കുഞ്ഞുപൂവ്: ഓ, എന്തൊരു തണുപ്പല്ലേ. പുല്ല്: മഞ്ഞു പോയിട്ടില്ല, എന്റെ ശരീരമാകെ മഞ്ഞു പുതപ്പ് കൊണ്ട് മൂടിയത് നീ കണ്ടില്ലേ. കുഞ്ഞുപൂവ്: സൂര്യകിരണങ്ങൾ ഇങ്ങോട്ട് എത്തി നോക്കാറില്ലേ? പക്ഷികളും പൂമ്പാറ്റകളും കുട്ടികളും എല്ലാം എവിടെ? പുല്ല്: ഇപ്പോൾ ആരും വരുന്നില്ല. എല്ലാറ്റിനും ഉത്തരവാദി ആ തടിയൻ തോട്ടമുടമയാണ്. കുഞ്ഞുപൂവ്: അയാൾ എന്തു ചെയ്തു? അയാളെയും കാണുന്നില്ലല്ലോ. പുല്ല്: അയാൾ കുട്ടികൾ ഇവിടെ കയറാതിരിക്കാൻ മതിൽ കെട്ടി കുട്ടികളെ ഓടിച്ചു വിട്ടു. കുഞ്ഞുപൂവ്: കുട്ടികളില്ലെങ്കിൽ നമുക്കെന്ത് സന്തോഷം? അയാൾക്ക് സ്നേഹം, സന്തോഷം ഇതൊന്നും അറിയില്ല. പുല്ല്: പ്രകൃതിയിലെ നന്മകളെല്ലാം എല്ലാവർക്കും അവകാശപ്പെടുന്നതാണെന്ന് അയാൾ മനസ്സിലാക്കണം. കുഞ്ഞുപൂവ്: അയാൾ ഈ വഴി വരാതിരിക്കില്ല, നമുക്ക് അയാളോട് പറയാം. കണ്ടെത്താം, എഴുതാം. അടിവരയിട്ട പദങ്ങൾക്കു പകരം വാക്കുകൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതാം. പൂന്തോപ്പിലെ കാഴ്ച കണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം എന്നുള്ള വാക്കിനു പകരമായി പാഠഭാഗത്ത് ഏതു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അരിശം. പൂന്തോപ്പിലെ കാഴ്ച കണ്ട് അദ്ദേഹത്തിന് അരിശം വന്നു. തോട്ടം നിറയെ പല നിറത്തിലുള്ള പൂക്കൾ. പാഠഭാഗത്തുള്ള വാക്കേതാണ്? നിറത്തിലുള്ള എന്നതിന് പകരമായി വർണ്ണത്തിലുള്ള എന്ന വാക്കാണ് പാഠഭാഗത്തുള്ളത്. തോട്ടം നിറയെ പല വർണ്ണത്തിലുള്ള പൂക്കൾ. മരം കൊമ്പുകൾ താഴ്ത്തിക്കൊടുക്കുന്നു. കൊമ്പുകൾ എന്നതിന് പകരം ചില്ലകൾ എന്നാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മരം ചില്ലകൾ താഴ്ത്തിക്കൊടുക്കുന്നു. ഞാൻ എഴുതിയത്. താഴെ കൊടുത്ത പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി വാക്യങ്ങൾ എഴുതാമോ? മൂടിപ്പുതച്ചു, പാറിപ്പറക്കുന്ന പറ പറന്നു. തണുപ്പുകാലത്ത് ഞാൻ മൂടിപ്പുതച്ചു കിടന്നുറങ്ങാറുണ്ട്. പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിൽ പാറിപ്പറക്കുന്നതു കാണാൻ നല്ല രസമാണ്. വടിയുമായി വരുന്ന കുട്ടനെ കണ്ട് മുറ്റത്തിരുന്ന കാക്ക പറ പറന്നു. തന്നിരിക്കുന്ന ഈ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് കൂട്ടുകാർ സ്വന്തമായി വാക്യങ്ങൾ എഴുതി നോക്കുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.